The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. हरि ओं नमस्ते। कनकधारायाः नूतनां पङ्क्तिं प्रति सर्वेभ्यः स्वागतम्। गतकक्षासु अस्माभिः पञ्चश्लोकाः अस्मत्पाठभागस्थाः अधीताः। तत्र सहि जातु गुरोः कुले वसन् सवयोभिः सह भैक्षलिप्सया भगवान् भवनं द्विजन्मनो धनहीनस्य विवेश कस्यचित् इति पद्येन गुरुकुलवासी शङ्करः कस्यचित् धनहीनस्य गृहं भिक्षार्थं प्रविष्टवान् इति ज्ञातवन्तः। अग्रिमपद्येन तमवोचत तत्र सादरं वटुवर्यं गृहिणः कुटुम्बिनी कृतिनो हि भवादृशेषु ये वरिवस्यां प्रतिपादयन्ति ते इति श्लोकेन भवादृशेषु ब्रह्मचारिषु ये दक्षिणां समर्पयितुं शक्नुवन्ति ते तावत् पुण्यवन्तः खलु, वयं तावत् तादृशाः न इत्यादिकं तया तत्र सादरम् उक्तमिति, तत्र गृहिण्या उक्तमिति अस्माभिः द्वितीयश्लोकेन अधीतं। तृतीयश्लोके तावत् विधिना खलु वञ्चिता वयं वितरीतुं वटवे न शक्नुमः अपि भैक्ष्यमकिञ्चन त्वतो धिकिदं जन्म निरर्थकं गतम् इति तस्याः गृहिण्याः वचनं पठितवन्तः। ब्रह्मचारिणे किमपि दातुं न शक्ताः वयम् इति चिन्तयन्ति सा एवं वदति, ये भवादृशेषु वरिवस्यां प्रतिपादयन्ति ते कृतिनः भवन्ति, वयं तावद् विधिना वञ्चिताः स्मः, अतः वटवे वितरीतुं न शक्नुमः इत्यतः इदं जन्म एव निरर्थकम् इति सा सूचयति। अग्रिमपद्ये इति दीनमुदीरयन्त्यसौ प्रददावामलकं व्रतीन्दवे करुणं वचनं निशम्य सोऽप्यभवत् ज्ञाननिधिर्दयार्द्रधीः। सः ज्ञाननिधिः तस्याः वचनं निशम्य ദയാർദ്രധീഃ അഭവത്. ആ ജ്ഞാനനിധിയാകുന്ന ശങ്കരനാവട്ടെ അവരുടെ വാക്കുകൾ കേട്ട് ദയാർദ്രധീയായി തീർന്നു എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആദ്യത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി. രണ്ടാമത്തെ ശ്ലോകത്തിലോ സമുനിർ മുരഭിത് കുടുംബിനീം പദചിത്രൈർ നവനീത കോമലൈഃ മധുരൈരുപതസ്ഥിവാൻസ്തവൈഃ ദ്വിജ ദാരിദ്ര്യദശാ നിവൃത്തയേ. ദ്വിജസ്യ ദാരിദ്ര്യദശായാः നിവൃത്തയേ സഹ കാം ദേവതാം തുഷ്ടാവ. ശങ്കരः ലക്ഷ്മീദേവീം സ്തോത്രൈഃ പൂജയാമാസ. പദചിത്രൈഃ നവനീത കോമലൈഃ, വെണ്ണ പോലെ മധുരമാകുന്ന മൃദുവാകുന്ന വാക്കുകളെ കൊണ്ട് കനകധാരാസ്തവത്തെ അദ്ദേഹം ചൊല്ലുകയുണ്ടായി. അങ്ങനെ മുരഭിത് കുടുംബിനിയായിരിക്കുന്ന ലക്ഷ്മി ദേവിയെ അദ്ദേഹം പ്രാർത്ഥിച്ച് ആ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയുണ്ടായി എന്നതുവരെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ അടുത്ത 2 ശ്ലോകങ്ങൾ കൂടി പഠിക്കാം. അതോടുകൂടി ഈ പാഠഭാഗം അവസാനിക്കുകയായിരിക്കും. ആദ്യത്തെ ശ്ലോകം. അമുനാവചനേന തോഷിതാ കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയത് ജനതായാ ഹൃദയം ച വിസ്മയൈഃ. അമുനാവചനേന തോഷിതാ കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയത് ജനതായാ ഹൃദയം ച വിസ്മയൈഃ. അമുനാ വചനേന തോഷിത കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയത് ജനതായാः ഹൃദയം ച വിസ്മയൈഃ. അമുനാ വചനേന തോഷിത കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയത് ജനതായാः ഹൃദയം ച വിസ്മയൈഃ. എന്തൊക്കെയാണ് ഇവിടെ പദച്ഛേദമായിട്ടുള്ളത്? അമുന, വചനേന, തോഷിത, അതിലൊന്നും പിടിക്കാനില്ല. കമല, തദ്ഭവനം,
സമന്തതഃ, അവിടെയും പിരിക്കാനില്ല. കനകാമലകൈരപൂരയത് ജനതായാഹ. കനകാമലകൈഹി അപൂരയത് ജനതായാഹ. കനകാമലകൈരപൂരയത് ജനതായാഹ. കനകാമലകൈഹി അധികം അപൂരയത് അധികം ജനതായാഹ. കനകാമലകൈരപൂരയത് ജനതായാഹ ഹൃദയം. കനകാമലകൈരപൂരയത് ജനതായാ ഹൃദയം ച വിസ്മയൈഹി എന്നുള്ളതാണ് ഇവിടുത്തെ പദച്ഛേദം ചെയ്തിട്ടുള്ള രൂപം. നമുക്ക് അന്വയക്രമേണ അർത്ഥം നോക്കാം. അമുന വചനേന തോഷിത കമല തദ്ഭവനം സമന്തതഃ കനകാമലകൈഹി അപൂരയത് വിസ്മയൈഹി ജനതായാ ഹൃദയം ച. അമുനാ വചനേന തോഷിത കമല തദ്ഭവനം സമന്തതഃ കനകാമലകൈഹി അപൂരയത് വിസ്മയൈഹി ജനതായാ ഹൃദയം ച. അമുനാ വചനേന, കേന വചനേന? ശങ്കരാചാര്യേണ കൃതയാ സ്തുത്യാം. ശങ്കരാചാര്യരൊരു സ്തുതി പാടുകയുണ്ടായി അല്ലേ, കനകധാരാസ്തവം ചൊല്ലുകയുണ്ടായി. ആ കനകധാരാസ്തവം കൊണ്ട് അമുനാ വചനേന, ആ വാക്കിനാൽ തോഷിത, തോഷിത സന്തുഷ്ട, പരിതുഷ്ട, സന്തുഷ്ടയായ, പ്രീതിപ്പെട്ടവളായ കമല, കമല കാഭവതി കമല, ലക്ഷ്മീദേവി, ലക്ഷ്മീദേവി തദ്ഭവനം, തദ്ഭവനം തസ്യ ബ്രാഹ്മണസ്യ ഭവനം കനക ആമലകൈഹി. കനക ആമലകം, ആമലകം നാമ നെല്ലിക്ക. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ആമലക്കി സർവവിഷഹാരിണി എന്നോ എന്തോ നമ്മൾ ആദ്യത്തെ ഇതിന് മുൻപത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആമലകം നെല്ലിക്ക. കനക ആമലകം, കനകം ഇതി പദസ്യ കഃ അർത്ഥഃ? നമ്മൾ കേട്ടിട്ടുണ്ട്. കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. കേട്ടിട്ടുണ്ടോ? കനകം എന്ന് വെച്ചാൽ സ്വർണം. സ്വർണം, സ്വർണ്ണ നെല്ലിക്ക. സ്വർണ്ണ നെല്ലിക്കകളെ കൊണ്ട് കനക ആമലകൈഹി തദ്ഭവനം സമന്തതഃ, സമന്തതഃ പരിതഃ, ആന്തം, എല്ലായിടത്തും, ആ വീട്ടിന് ചുറ്റും, ആ വീട് മുഴുവൻ കനക ആമലകൈഹി സ്വർണ്ണ നെല്ലിക്കകളെ കൊണ്ട് അപൂരയത്, അപൂരയത് പൂരയാമാസ നിറച്ചു. അതായത് ശങ്കരാചാര്യർ ഭിക്ഷയാചിച്ച് വന്നപ്പോൾ ശങ്കരാചാര്യർക്ക് അമ്മ എന്താ കൊടുത്തത്? ആ വീട്ടിൽ ആകെ അവശേഷിച്ചിരുന്ന ഒരു നെല്ലിക്കയാണ് കൊടുത്തത്. അപ്പം ശങ്കരാചാര്യർക്ക് എന്ത് തോന്നി? അയ്യോ, ഈ അമ്മയുടെ അവസ്ഥ എത്ര കഷ്ടം തന്നെ എന്ന് വിചാരിച്ച് ശങ്കരാചാര്യർ ലക്ഷ്മി ദേവിയെ സ്തുതിക്കുകയും ലക്ഷ്മി ദേവി അതിൽ പരിതുഷ്ടയായിട്ട്, ഒരു നെല്ലിക്കയല്ലേ ശങ്കരാചാര്യന് അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, ഇനി ആര് വന്ന് ചോദിച്ചാലും സ്വർണ്ണ നെല്ലിക്കകൾ കൊടുക്കാനുള്ള അത്രയും സമ്പത്ത് ആ അമ്മയ്ക്കുണ്ടാവട്ടെ എന്ന് വിചാരിച്ച് സ്വർണ്ണ നെല്ലിക്കകളെ കൊണ്ട് ആ വീട് നിറച്ചു. കനകാമലകൈഹി അപൂരയത്. ആ വീട് കനകാമലകങ്ങളെ കൊണ്ട് നിറഞ്ഞപ്പോൾ തന്നെ മറ്റൊരു സാധനം കൂടി നിറയുകയുണ്ടായി. എന്താണത്? വിസ്മയൈഹി ജനതായാഹ ഹൃദയം ച. വിസ്മയങ്ങളെ കൊണ്ട്, അത്ഭുതത്തെ കൊണ്ട് ജനതായാഹ ഹൃദയം. ജനത ആരാ? ജനങ്ങൾ, ആ നാട്ടിൽ വസിക്കുന്ന ജനങ്ങൾ. ആ ജനതയുടെ ഹൃദയം വിസ്മയം കൊണ്ടും നിറഞ്ഞു. അതായത് ആ ബ്രാഹ്മണന്റെ ഗൃഹം ലക്ഷ്മി ദേവി സ്വർണ്ണ നെല്ലിക്കകളെ കൊണ്ടും ജനങ്ങളുടെ ഹൃദയം ലക്ഷ്മി ദേവി അത്ഭുതത്തെ കൊണ്ടും നിറച്ചു. പൂരയാമാസ ഇത് ക്രിയാപദം ഉഭയത്ര അന്വയം പ്രാപ്നോതി. പൂരയാമാസ എന്നുള്ള ക്രിയാപദം ഉണ്ടല്ലോ, പൂരിപ്പിച്ചു അല്ലെങ്കിൽ നിറച്ചു എന്നുള്ളത്, ആ നിറച്ചു എന്ന ക്രിയാപദം രണ്ടിടത്തും ചേരും. എവിടേക്കാണ് ചേരുക? ഒന്ന്, ബ്രാഹ്മണഗൃഹം കനകാമലകൈഹി പൂരയാമാസ, ബ്രാഹ്മണന്റെ ഗൃഹം കനകാമലകങ്ങളെ കൊണ്ട് പൂരിപ്പിച്ചു. രണ്ട്, ജനതായാഹ ഹൃദയം വിസ്മയൈഹി അപൂരയത്, ജനതയുടെ ഹൃദയത്തെ വിസ്മയം കൊണ്ടും നിറച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അമുനാ വചനേന തോഷിത, അനേന വാക്യേന സന്തുഷ്ട. അനേന വാക്യേന ഇത്യുക്തെ കനകധാരാസ്തവേന സന്തുഷ്ട പരിതുഷ്ട പ്രീത ലക്ഷ്മി ദേവി കമല. ലക്ഷ്മി ദേവി, ഈ ചോദ്യം എപ്പോഴും ചോദിക്കുന്നതാണ്. കമല ക, ഇത്രയേ ചോദിക്കുള്ളൂ. കമല ആര് എന്ന് ചോദിക്കുള്ളൂ. കമല ആരാ? ലക്ഷ്മി ദേവി. ലക്ഷ്മി ബ്രാഹ്മണഗൃഹം തദ്ഭവനം, ബ്രാഹ്മണഗൃഹം സമന്തതഃ, സമന്തതഃ പരിതഃ, എല്ലായിടത്തും ചുറ്റുപാടും സ്വർണ്ണാമലകൈഹി സ്വർണ്ണദാത്രീഫലൈഹി പൂരയാമാസ പൂരിതവതി വിസ്മയൈഹി അദ്ഭുതൈഹി ജനസമൂഹസ്യ ഹൃദയം ച പൂരിതവതി. അങ്ങനെ വീട് സ്വർണ്ണ നെല്ലിക്കകളെ കൊണ്ടും ജനതയുടെ ഹൃദയത്തെ വിസ്മയം കൊണ്ടും ലക്ഷ്മി ദേവി നിറച്ചു എന്നാണ് ഈ പദ്യത്തിൽ പറയുന്നത്. ഒന്നുകൂടെ പദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് ഭാവാർത്ഥം നോക്കാം. അമുന വചനേന തോഷിത കമലാ തദ്ഭവനം സമന്തതഃ കനകാമലകൈരപൂരയത് ജനതായാഹ ഹൃദയം ച
വിസ്മയൈഹി. എന്താ ഇവിടുത്തെ ഭാവാർത്ഥം? ശ്രീശങ്കരസ്യ താദൃശേന ലക്ഷ്മീസ്തവേന, അതാണ് അമുനാവചനേന എന്നുള്ള പദത്തിന് അർത്ഥം പറയുകയാണെങ്കിൽ ശ്രീശങ്കരസ്യ താദൃശേന കീദൃശേന കനകധാരാസ്തവരൂപേണ ലക്ഷ്മീസ്തവേന, ലക്ഷ്മി സ്തവം കൊണ്ട് സന്തുഷ്ട ലക്ഷ്മീദേവി, സന്തോഷിച്ച ലക്ഷ്മീദേവി തസ്യ ബ്രാഹ്മണസ്യ ഭവനം, ആ ബ്രാഹ്മണന്റെ ഭവനം സുവർണധാത്രീഫലൈഹി, സ്വർണ്ണ നെല്ലിക്കകളെ കൊണ്ട് പൂരയാമാസ, പൂരിപ്പിക്കുകയായിരുന്നു. തഥൈവ അതുപോലെ തന്നെ അദ്ഭുതൈഹി, അദ്ഭുതങ്ങളെ കൊണ്ട് തദ്ദേശവാസിനാം, ആ ദേശവാസികളുടെ മനാംസിച്ച അപൂരയത്ത്, മനസ്സിനെയും പൂരിപ്പിച്ചു. അതായത് 2 പൂരണ പ്രക്രിയയും ലക്ഷ്മി ദേവിയോടെ നടത്തി. 1, ആ ബ്രാഹ്മണന്റെ ഗൃഹത്തെ നെല്ലിക്കകൾ കൊണ്ട് നിറച്ചു. 2, ആ നാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ അദ്ഭുതം കൊണ്ട് നിറച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? അമരസ്പൃഹണീയ സമ്പദം ദ്വിജവർയസ്യ നിവേശമാത്മവാൻ സവിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യശിക്ഷത. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവർയസ്യ നിവേശമാത്മവാൻ സവിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യശിക്ഷത. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവർയസ്യ നിവേശമാത്മവാൻ സവിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യശിക്ഷത. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവർയസ്യ നിവേശമാത്മവാൻ സവിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യശിക്ഷത. അമരസ്പൃഹണീയ സമ്പദം, പദച്ഛേദം നോക്കാം. അമരസ്പൃഹണീയ സമ്പദം ഒറ്റപ്പദാണ്. ദ്വിജവർയസ്യ നിവേശമാത്മവാൻ, നിവേശം ആത്മവാൻ, നിവേശമാത്മവാൻ സവിധായ, സഹ വിധായ സവിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണ്യശിക്ഷത. ശാസ്ത്രവരാണി അധികം അശിക്ഷത, ശാസ്ത്രവരാണ്യശിക്ഷത. അമരസ്പൃഹണീയ സമ്പദം ദ്വിജവർയസ്യ നിവേശം ആത്മവാൻ സഹ വിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണി അശിക്ഷത. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ അന്വയം നോക്കാം. ആത്മവാൻ സഹ ദ്വിജവർയസ്യ നിവേശം അമരസ്പൃഹണീയ സമ്പദം വിധായ യഥാപുരം ഗുരോഃ സവിധേ ശാസ്ത്രവരാണി അശിക്ഷത. ആത്മവാൻ സഹ, ആത്മവാൻ, ആത്മാ ഉള്ളവൻ, ആത്മവാൻ. ധനം അസ്യ അസ്തി ഇതി ധനവാൻ. ആത്മാ ബുദ്ധി അസ്യ അസ്തി ഇതി ആത്മവാൻ എന്ന് വരും. അതായത് ഇവനിൽ പൈസയുണ്ട് അല്ലെങ്കിൽ ഇവന് പൈസയുണ്ട് എന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ എന്ത് പറയും? അവൻ വലിയ ധനവാനാട്ടോ എന്ന് പറയും, ബുദ്ധിമാനാണ് കേട്ടോ എന്ന് പറയും. അതുപോലെ ആത്മവാൻ, ഉള്ളിൽ ആത്മാ ഉള്ളവൻ, തൻ്റെ ആത്മാവിനെ തിരിച്ചറിഞ്ഞവൻ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ആത്മവാൻ, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന സഹ കഹ സഹ ശ്രീശങ്കര ദ്വിജവർയസ്യ നിവേശം. ദ്വിജവർയഃ കഹ അത്ര? ദ്വിജഃ ബ്രാഹ്മണഃ, ദ്വിജവർയഃ ബ്രാഹ്മണശ്രേഷ്ഠഃ. ബ്രാഹ്മണശ്രേഷ്ഠസ്യ നിവേശം ഭവനം, ഗൃഹം. ആത്മവാൻ സഹ ശങ്കരഃ ബ്രാഹ്മണശ്രേഷ്ഠസ്യ ഗൃഹം അമരസ്പൃഹണീയ സമ്പദം വിധായ. അമരാഹ കെ, അമരാഹ മരണം ഇല്ലാത്തവരാണ് അമരന്മാർ. ആരാ മരണം ഇല്ലാത്തവർ? ദേവന്മാർ അല്ലേ. അപ്പോൾ അമരന്മാർക്ക് സ്പൃഹ തോന്നും. സ്പൃഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ. നമുക്ക് നമ്മളെക്കാൾ എന്തെങ്കിലും ഒരാളൊന്ന് കൂടുതൽ നേടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞ് അസൂയ തോന്നൂലേ? നമുക്കങ്ങനെ തോന്നൂല അല്ലേ, നമ്മൾ നല്ല കുട്ടികളാണ്. പക്ഷേ ചില ആൾക്കാർക്കൊക്കെ മറ്റൊരാൾ എന്തെങ്കിലും ഒന്ന് നേടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു അസൂയ വരും, ഒരു ചൊറിച്ചിൽ വരും. ആ അസൂയ ദേവന്മാർക്ക് നല്ലോണം ഉണ്ട്. അപ്പോൾ ദേവന്മാരെന്ത് ചെയ്യും? എന്ത് ലോകത്താരെങ്കിലുമൊക്കെ നേടിക്കഴിഞ്ഞാൽ അപ്പം അസൂയ തോന്നുന്നവർക്ക്. അപ്പോൾ അമരന്മാർക്ക് പോലും സ്പൃഹണീയം അസൂയ തോന്നാവുന്ന വിധം സമ്പത്ത് ഐശ്വര്യം. ദേവന്മാർക്ക് പോലും അസൂയ തോന്നും അല്ലേ? ഒരു വീട് നിറച്ച് സ്വർണ്ണ നെല്ലിക്കുകയാണെങ്കിലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പിന്നെ എന്തെങ്കിലും പണിക്ക് പോകണം, ജീവിതകാലം മുഴുവൻ പിന്നെ പണിക്ക് പോകണ്ട. എന്ത് ചെയ്യാം?
ഈ സ്വർണ്ണനെല്ലിക്ക ഓരോന്നേട്ട് കൊണ്ടിട്ട് പണയം വെക്ക്, വിൽക്ക്, ഇനി അത് വെച്ചിട്ട് വേറെ ആഭരണങ്ങൾ ഉണ്ടാക്കി വെക്ക്, എന്ത് വേണമെങ്കിൽ ആവാം. എന്തായാലും സമ്പത്തിന് ഇനി ഈ ജീവിതകാലത്ത് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല. അത് ദേവന്മാർക്ക് പോലും അസൂയ ഉണ്ടാക്കുന്ന കാര്യമില്ല. കാരണം ദേവന്മാരുടെ കുറേ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു വീട് മുഴുവൻ സ്വർണ്ണനെല്ലിക്ക ഇല്ലല്ലോ. അപ്പം സ്വർണ്ണനെല്ലിക്കകൾ കൊണ്ട് നിറഞ്ഞ ആ വീട് കാണുമ്പോൾ ദേവന്മാർക്ക് എന്ത് തോന്നും? അസൂയ തോന്നും. അങ്ങനെ അമരസ്പൃഹണീയ സമ്പത്ത്, അമരന്മാർക്ക് സ്പൃഹ, അസൂയ, സ്പൃഹണീയം, അസൂയ തോന്നാവുന്നതാകുന്ന സമ്പത്ത്, സമ്പത്തുള്ളതാക്കുന്ന അങ്ങനെയാക്കി ചെയ്തിട്ട്, വിധായ അങ്ങനെയാക്കി തീർത്തിട്ട്, അതായത് ബുദ്ധിമാനായിരിക്കുന്ന ആത്മവാനായിരിക്കുന്ന ശ്രീശങ്കരൻ ആ ദ്വിജവര്യൻ്റെ വീടിനെ, ആ ബ്രാഹ്മണശ്രേഷ്ഠൻ്റെ വീടിനെ അമരന്മാർക്ക് പോലും ദേവന്മാർക്ക് പോലും അസൂയ തോന്നും വിധമാക്കി ചെയ്തിട്ട്, അമരസ്പൃഹണീയ സമ്പദം വിധായ അങ്ങനെയാക്കി തീർത്തിട്ട്, യഥാപുരം, യഥാപുരം യഥാപൂർവം, മുൻപത്തെ പോലെ തന്നെ ഗുരോഹോ സവിധേ, ഗുരുവിൻ്റെ സവിധത്തിൽ, ഗുരുവിൻ്റെ സമക്ഷം, ആചാര്യ സമക്ഷം, ശാസ്ത്രവരാണി, ശാസ്ത്രവരാണി ഉത്തമ ശാസ്ത്രാണി, ഉയർന്ന അല്ലെങ്കിൽ ഉന്നതമായിരിക്കുന്ന ശാസ്ത്രങ്ങളെ, ശ്രേഷ്ഠമായിരിക്കുന്ന ശാസ്ത്രങ്ങളെ അശിക്ഷത, പഠിച്ചു. അങ്ങനെ ശങ്കരൻ ഒരു ദിവസം ബ്രഹ്മചാരി വേഷത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മചാരിയായിട്ട് ശങ്കരൻ ഇറങ്ങിച്ചെല്ലുകയും ആ ഒരു ബ്രാഹ്മണന്റെ വീടിൻ്റെ അവസ്ഥ കണ്ട് അതിൽ ദുഃഖിതനായി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ച്, ലക്ഷ്മി ദേവിയെ കൊണ്ട് ആ വീട് മുഴുവൻ സമ്പത്തിനെ കൊണ്ട് നിറച്ച്, ആ സമ്പത്തിൽ അമരന്മാർക്ക് പോലും അസൂയ തോന്നും വിധം ആക്കി ചെയ്തിട്ട് ശങ്കരൻ തിരിച്ച് തൻ്റെ ഗുരുകുലത്തിൽ ചെന്ന് എങ്ങനെയാണോ മുമ്പുണ്ടായിരുന്നത് അതുപോലെ യഥാപുരം യഥാപൂർവം ഗുരോഹോ സവിധേ, ഗുരുസമക്ഷേ ശാസ്ത്രവരാണി അശിക്ഷത, ശാസ്ത്രവരങ്ങളെക്കുറിച്ച്, ശ്രേഷ്ഠങ്ങളായിരിക്കുന്ന ശാസ്ത്രങ്ങളെ പഠിച്ചു എന്നാണ് പറയുന്നത്. അന്വയാർത്ഥം നോക്കാം. ആത്മവാൻ, ആത്മവാൻ ഇത്യസ്യ കഃ അർത്ഥഃ? ബുദ്ധിമാൻ ഇത്യർത്ഥഃ. അത്ര ദീയത്തെ സാക്ഷാത് വദാമശ്ചേത് ബ്രഹ്മജ്ഞാനി, ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന സഹ വട്ടുഹു സഹ ശങ്കരഃ ദ്വിജവര്യസ്യ, ദ്വിജവര്യസ്യ ബ്രാഹ്മണശ്രേഷ്ഠസ്യ നിവേശം ഭവനം അമരസ്പൃഹണീയ സമ്പദം ദേവൈരപി വിലോഭനീയ സമ്പദം, ദേവന്മാർക്ക് പോലും ആഗ്രഹം തോന്നുന്ന സമ്പത്തുള്ളതാക്കി കൃത്വ ചെയ്തിട്ട്, യഥാപൂർവം മുൻപത്തെ എന്ന പോലെ ആചാര്യസ്യ സമക്ഷം, ആചാര്യൻ്റെ മുന്നിൽ ഉത്തമ ശാസ്ത്രാണി അധ്യയിത, ഉത്തമങ്ങളാകുന്ന ശാസ്ത്രങ്ങളെ പഠിച്ചുകൊണ്ടിരുന്നു. എന്താ അതിൻ്റെ ഭാവാർത്ഥം? ഏവം ദരിദ്രസ്യ തസ്യ ബ്രാഹ്മണസ്യ ഭവനം സ്വർഗീയ സുഖസമ്പന്നം കൃത്വ, ഇങ്ങനെ ഏവം ഇങ്ങനെ ദരിദ്രസ്യ തസ്യ ബ്രാഹ്മണസ്യ വചനം ഭവനം, തസ്യ ദരിദ്രസ്യ ബ്രാഹ്മണസ്യ ഭവനം, ആ ദരിദ്രനായിരിക്കുന്ന ബ്രാഹ്മണന്റെ വീട്ടിനെ സ്വർഗീയ സുഖസമ്പന്നം, സ്വർഗീയമായിരിക്കുന്ന സുഖം കൊണ്ട് സമ്പത്തുള്ളതാക്കി തീർത്തിട്ട്, സ്വർഗീയമായ സുഖത്തിൻ്റെ സമ്പന്നമാക്കി തീർത്തിട്ട്, കൃത്വ സുമതിഹി സഹ, സുമതിഹി, നമ്മൾ പല ആൾക്കാർക്കും അങ്ങനെ ഒരു പേര് കേട്ടിട്ടുണ്ട് അല്ലേ, സുമതിഹി. എന്താ സുമതി എന്ന് പറഞ്ഞാൽ? സുമതി സുഷ്ടു മതിഹി യസ്യ, ആർക്കാണോ സുഷ്ടു നല്ല മതി ബുദ്ധിയുള്ളത് അതാണ് സുമതി. കൃത്വ സുമതിഹി സഹ, സുമതിയായിരിക്കുന്ന ശങ്കരൻ ഗുരോർ നികടമാഗത്യ പുനഃ ഗുരുകുലം പ്രവിശ്യ, ഗുരോഹോ നികടം, ഗുരോഹോ സമീപം ആഗത്യ ചെന്നിട്ട്, യഥാപൂർവം മുൻപത്തെ പോലെ തന്നെ, തത്സമക്ഷം അവരുടെ മുന്നിൽ ഉത്തമശാസ്ത്രാണി അപഠത്, ഉത്തമശാസ്ത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നു, പഠനം തുടർന്നു എന്നാണ് പറയുന്നത്. ഇതുപോലെ ശങ്കരാചാര്യർ ഗുരുകുലവാസകാലത്തും പിന്നീട് ശങ്കരാചാര്യർ ആചാര്യനായതിനു ശേഷവും ഒക്കെ നിരവധി അദ്ഭുത പ്രവൃത്തികൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒട്ടനവധി കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അതിൽ പലതും വാസ്തവമാണ്, നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല, കാരണം നമ്മൾ അങ്ങനെയുള്ളവരെ കണ്ടിട്ടില്ല എന്നതുകൊണ്ട് മാത്രം അത് ഇല്ലാതാവുന്നില്ല. നമ്മൾക്കറിയാത്തതൊന്നും ഈ ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്നത് മണ്ടത്തരാണ്. നമ്മുടെ അറിവുകൾക്ക് പരിമിതി ഉണ്ട് എന്ന് മനസ്സിലാക്കി മഹാത്മാക്കൾ പറയുന്ന കാര്യങ്ങളിൽ ഒരല്പമൊക്കെ വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ് കുറെ കൂടെ ജീവിതത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉപകാരപ്രദമാവുക എന്ന് മനസ്സിലാക്കുക. അപ്പോൾ കനകധാര എന്ന പാഠത്തിലെ 7 പദ്യങ്ങളിലൂടെ ശങ്കരാചാര്യരുടെ ബ്രഹ്മചാരി ജീവിതത്തിലുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ ശ്ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളും കൂടി എഴുതുക. അതിനുശേഷം ഈ പാഠഭാഗത്തിന് വിശദമായ പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. രാം രാം.